ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം റയൽ മാഡ്രിഡ് വിടാനുള്ള ഒരുക്കത്തിലാണ്. പല ക്ലബ്ബുകളും അദ്ദേഹത്തിനായി രംഗത്ത് വന്നു എന്നൊക്കെയായിരുന്നു ഇതുവരെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ബ്രസീലിയൻ മാധ്യമങ്ങളായ ഗ്ലോബോയും യുഒഎല്ലും റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് റോഡ്രിഗോയെ കൈവിടാൻ റയൽ മാഡ്രിഡ് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ല ഓഫർ വന്നാൽ ക്ലബ്ബ് അദ്ദേഹത്തെ കൈമാറുക തന്നെ ചെയ്യും. 100 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് അവർ കണ്ടുവച്ചിട്ടുള്ളത്. ആഴ്സണലിനെ കൂടാതെ 2 ക്ലബ്ബുകൾക്ക് കൂടി താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ റോഡ്രിഗോയുടെ തീരുമാനം മറിച്ചാണ്. അതായത് യഥാർത്ഥത്തിൽ റോഡ്രിഗോക്ക് റയൽ വിട്ടുപോകാൻ താല്പര്യമില്ല. ക്ലബിനകത്ത് സ്ഥിരമായി കളിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ് പൊസിഷൻ തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതായത് അവസരം ലഭിക്കുകയാണെങ്കിൽ ടീമിനകത്ത് തുടരാൻ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ക്ലബിനകത്ത് തുടർന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ആ ഒരു പൊസിഷൻ വീണ്ടെടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. റയൽ മാഡ്രിഡ് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് റോഡ്രിഗോ ക്ലബ്ബ് വിടുക. അല്ലാത്ത പക്ഷം അദ്ദേഹം ക്ലബിനകത്ത് തുടരുക തന്നെ ചെയ്യും. ഏതായാലും റോഡ്രിഗോ ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ റയൽ അദ്ദേഹത്തെ കൈവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ റോഡ്രിഗോക്ക് ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ താല്പര്യവുമില്ല. ഇതൊക്കെയാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം ക്ലബിനകത്ത് തന്നെ തുടരുമോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ നമുക്കറിയാം, വിനീഷ്യസിൻ്റെയും എംബപ്പയുടെയും കാര്യത്തിലും ഒക്കെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ശക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ റോഡ്രിഗോയെ നിലനിർത്തണമെന്ന് ഒരു വിഭാഗം റയൽ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ തീരുമാനങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്നതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.